സംസ്ഥാന ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ ചാർജ് എടുത്തു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കറെ സ്വീകരിക്കാൻ എയർപോർട്ടിലെ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓടിക്കിരച്ച് എത്തി. അദ്ദേഹത്തിനെ സ്വീകരിച്ചു. നല്ല വരവേൽപ്പ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വെള്ളയമ്പലത്തുള്ള ഗവർണറുടെ വസതിയിലേക്ക് വന്നു. പൊതുവായ കാര്യങ്ങളെല്ലാം അവലോകനം ചെയ്തു. ആ കൂട്ടത്തിലാണ് അദ്ദേഹത്തിന് മനസ്സിലായത് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ വലയത്തിലുള്ള ചില പോലീസുകാരെ പെട്ടെന്ന് നീക്കിയിരിക്കുന്നു. അവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹം അവിടെ അധികാരമേറ്റു. അദ്ദേഹത്തിന് പകരം മഹാരാഷ്ട്രക്കാരനായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, അദ്ദേഹം പൂനെക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം ഇവിടെ വന്ന് ചാർജ് എടുത്തു. നല്ലൊരു അന്തരീക്ഷത്തിൽ തന്നെയാണ് അദ്ദേഹം ചാർജ് എടുത്തത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്പീക്കർ ഉൾപ്പെടെയുള്ളവരൊക്കെ സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തി. അദ്ദേഹത്തിന് ഇവിടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ അദ്ദേഹം രാജ്ഭവനിൽ എത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരിശോധനയിൽ തന്നെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി വലയത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരെ അവിടുന്ന് പെട്ടെന്ന് മാറ്റിയിരിക്കുന്നു. പകരം പുതിയ ചില പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ നിയമിച്ചു. അദ്ദേഹത്തിന് ഇത് പെട്ടെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇവരെ കുറച്ചുപേരെ അവിടുന്ന് മാറ്റി പകരം പുതിയ ആൾക്കാരെ അവിടെ വിന്യസിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ അതത്ര ശരിയായ നടപടിയല്ല എന്ന് തോന്നി. അദ്ദേഹം DGPയുടെ ചാർജുള്ള ADGP മനോജ് ജപ്രാവിനെ വിളിച്ചു വരുത്തി. അദ്ദേഹമാണ് സുരക്ഷയുടെ കാര്യങ്ങളിൽ പോലീസുകാരെ വിന്യസിക്കുന്നത്. അദ്ദേഹത്തിനത് പറഞ്ഞു, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാന്റെ രക്ഷാവലയത്തിൽ ഉണ്ടായിരുന്നവരെ തന്നെ തിരികെ പോസ്റ്റ് ചെയ്യാൻ. തുടക്കത്തിൽ ഒരു കല്ലുകടിയായിട്ട് എനിക്ക് തോന്നുന്നു അത്. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ ജനാധിപത്യവാദിയാണ്. അദ്ദേഹം പല കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യുന്ന ആളായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ അതിശക്തമായ നടപടികൾ CPMന്റെ ഭാഗത്തു നിന്നും DYFI SFIയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിനെ പല സ്ഥലത്തും തടഞ്ഞു. അദ്ദേഹം ഇവിടുന്ന് യാത്രയായി എയർപോർട്ടിൽ പോയപ്പോൾ ഒരു സെൻഡ് ഓഫ് അദ്ദേഹത്തിന് കൊടുത്തില്ല. എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് പേട്ടയിൽ വെച്ച് അദ്ദേഹത്തിനെ പണ്ട് തടഞ്ഞ SFI DYFIക്കാർ അദ്ദേഹത്തിന് ടാറ്റ കൊടുത്ത് പറഞ്ഞയച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പം അതിശക്തമായ എതിർപ്പ് അദ്ദേഹത്തിനോട് CPMകാർ കാണിച്ചു. അവരുടെ കുട്ടികൾ SFI DYFIക്കാർ അദ്ദേഹം പോയ സർവകലാശാലയിലൊക്കെ പ്രതിരോധം സൃഷ്ടിച്ചതൊക്കെ നമ്മൾ കണ്ടു. അത്ര വൈരാഗ്യത്തിലായിരുന്നു അദ്ദേഹത്തിനോട് പെരുമാറിയത്. അദ്ദേഹം ഇവിടെ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞ് ബീഹാറിലേക്ക് പോകുമ്പോൾ ഒരു സെൻഡ് ഓഫ് കൊടുത്തില്ല. സാധാരണഗതിയിൽ ഔദ്യോഗികമായ സെൻഡ് ഓഫ് കൊടുക്കുന്നതാണ്. അവിടെ രാഷ്ട്രീയപരമായ ചേരിതിരിവ് അവർ കാണിച്ചു. അത് കൃത്യമായി അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ വന്നിരിക്കുന്ന ഗവർണർ ആർലേക്കറെ വളരെ സൂക്ഷിച്ചാണ് അവർ എല്ലാവരും കൂടെ പോയി സ്വീകരിച്ച് ഇവിടെ രാജ്ഭവനിൽ കൊണ്ടുവന്നത്. പക്ഷെ അപ്പം തന്നെ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ തീർച്ചയായിട്ടും അത് സെൻട്രൽ ഗവൺമെന്റിൽ അറിയിച്ചിട്ടുണ്ട്, പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളെല്ലാം പുതിയ ഗവർണർക്ക് അറിയാം. അവരെല്ലാവരും സസൂക്ഷ്മം ഇത് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളാണ്. ഇവിടെ വന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പ് ബീഹാർ ഗവർണറായിരുന്ന ആർലേക്കർ നേരെ പൂനെയിൽ പോയി അവിടുത്തെ ഗവർണറെ ഒന്ന് കണ്ടിട്ടാ പോന്നെ. ഗോവ ഗവർണറെ കണ്ടു. അദ്ദേഹം മലയാളിയാണ്, നമുക്കറിയാം. ജനാധിപത്യ വിശ്വാസിയാണ്. മത രാഷ്ട്രീയ സംഘടനകൾ എല്ലാ യോഗങ്ങളിലും അദ്ദേഹം പ്രസംഗിക്കാൻ പോകും. എല്ലാ മതത്തിനോടും ഒരുപോലെ ഒരേ കാഴ്ചയിൽ കാണുന്ന ആളാണ്. അദ്ദേഹത്തിനെ കണ്ടിട്ടാണ് ആ ഗവർണർ ഇവിടെ വന്ന് ചാർജ് എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ പറ്റി ഒരു അവലോകനം, കേരളത്തെപ്പറ്റി എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെയായിരിക്കണം തൻ്റെ നയം, ഇതിനെപ്പറ്റിയൊക്കെ നല്ല അവഗാഹം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വന്നപ്പം തന്നെ അദ്ദേഹത്തിനെ സുരക്ഷാ വലയത്തിലെ ആൾക്കാരെ എന്തിനാണ് നീക്കിയത്? നേരത്തെ ഉണ്ടായിരുന്ന ഗവർണറെ നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥർ ചിലരെ മാറ്റിയത് എന്തിന്? അത്
അദ്ദേഹം വന്നുടനെ നോട്ട് ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം മനോജ് എബ്രഹാത്തിനെ വിളിച്ചു വരുത്തി അതേ ആളെ തന്നെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഏതായാലും നമ്മൾ ഇനിയുള്ള മുന്നോട്ടുള്ള ഗവർണറുടെ നീക്കം അത് അദ്ദേഹത്തിന് അനിഷ്ടകരമായ ഒരു കാര്യവും സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാതിരിക്കട്ടെ. നിയമപരമായി നല്ല പാണ്ഡിത്യമുള്ള ആളാണ് ആർലക്കർ. എല്ലാ കാര്യത്തിലും വ്യക്തമായ തീരുമാനം എടുക്കുന്ന ആളാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ പിന്നെ നമുക്ക് കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വ്യത്യസ്തമായ അല്ലെങ്കിൽ കുറച്ചുകൂടെ മാറി സഞ്ചരിക്കാനൊക്കെ താല്പര്യം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിന് പകരം വന്നിരിക്കുന്ന ആള് ഗവർണർ. അദ്ദേഹം നിയമപണ്ഡിതനാണ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം. എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കാൻ അറിയാം. അത് നടപ്പാക്കാനും അറിയാവുന്ന വ്യക്തിയാണ്. ഏതായാലും അസ്വാരസ്യങ്ങൾ ഇനിയൊന്നും ഉണ്ടാകാതെ ആ ഗവർണറുടെ എല്ലാ ഫംഗ്ഷനിലും ഇവിടെയുള്ള രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകാതെ നോക്കേണ്ടത് സംസ്ഥാനത്തിന്റെ പുരോഗതിക്കും സംസ്ഥാനത്തിലെ സർവകലാശാലയുടെ ഭരണത്തിനും ഒക്കെ അടിയന്തരമായ ആവശ്യങ്ങളാണ്. പരസ്പരം കൂടി ആലോചിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത്.